ഹലോ ഗായ്സ്, അപ്പോൾ തഗ് ലൈഫിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നത്. ഡയറക്റ്റഡ് ബൈ മണിരത്നം, മ്യൂസിക് ഡയറക്റ്റഡ് ബൈ AR റഹ്മാൻ. ഇതിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം കമലഹാസൻ, STR, ജോജോ ജോർജ്, അശോക് സെൽവ, നാസർ, ഐശ്വര്യ ലക്ഷ്മി. അടിപൊളി കാസ്റ്റിങ്ങും അടിപൊളി ക്രൂ ഒക്കെയുള്ള ഒരു പടം. ഫിലിം അട്ടർ ഫ്ലോപ്പാണ്. മണിരത്നത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് പടമാണിത്. ഇതിൽ കുറേ ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പകുതിയും ചിരിയാണ് വന്നത്. കമലഹാസൻ്റെ ആക്ടിങ് ബേസ് നോക്കുമ്പോൾ ചില ആക്ടിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. STR അടിപൊളിയായിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ്, ഗംഭീരമാണ് STR. കമലഹാസനെ പറ്റി പറയാനാണെങ്കിൽ കുറേ അടിപൊളി ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും പടത്തിൽ കുറേ ഫ്ലോപ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, എന്തൊക്കെ അവരാണ് അതിൽ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ ഇതിൽ നടി തൃശ്ശേൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ കൊണ്ടുവന്നതാണ്. ഇത് പറഞ്ഞാലും ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയൊരു പടമായിരുന്നു. ഗൈസ് കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാം. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദിസ് ബനാന ടോക്ക്, സീ യു സൂൺ.